അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഖുർആൻ സദ്വചനത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ഗാശിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതിലെ ഏതാനും വചനങ്ങൾ ഖുർആൻ്റെ ശാസ്ത്രബോധവും ഖുർആൻ വിജ്ഞാനത്തെയും ഗവേഷണത്തെയും പഠന പരീക്ഷണങ്ങളെക്കുറിച്ചിട്ടുള്ള ഖുർആൻ്റെ കാഴ്ചപ്പാടും വ്യക്തമാകുന്ന കുറച്ച് ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പങ്കുവച്ചത്. ഇന്ന് നമ്മൾ സൂറ ഹുജറാത്തിലെ 13-ാമത്തെ വചനമാണ് ചർച്ചക്കെടുക്കുന്നത്. നമുക്ക് ആദ്യം വചനം പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ സൂചിപ്പിക്കുന്ന ആശയം മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും മൈത്രിയുടെയും സമത്വത്തിൻ്റെയും ഒക്കെ ഉദാത്തമായ ഭാവങ്ങളാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യല്ല ഖുർആൻ. ഏ മുസ്ലിങ്ങളെ എന്നോ ഏ അറബികളെ എന്നോ ഒന്നുമല്ല, മാനവരാശിയെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടോ വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങൾ ഓരോ പ്രദേശത്തെ ഒരു വിഭാഗമാക്കി മാറ്റി, ഓരോ വിഭാഗങ്ങളാക്കി വേർതിരിച്ചു. വ ഖബായില, കുടുംബങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റി. എന്തിനാണത്? ലി തആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണത്. എന്നാലോ ദൈവത്തിൻ്റെ അടുത്ത് ഏറ്റവും ഉന്നതൻ, ബഹുമാന്യൻ ആരാണ്? ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുത്ത് ദൈവസന്നിധിയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആൾ, ഏറ്റവും മാന്യനായ ആളാരാണ്? അത്ഖാക്കും, ദൈവഭക്തിയുള്ള നന്മ നിറഞ്ഞവനാണ് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉച്ചനീചത്വങ്ങളില്ലാതെ സമഭാവനയോടെ കാണേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലാ ഫളില ലി അറബിയിൻ അല അജമീൻ വലാ ഫളില ലി അജമീൻ അല അറബീൻ എന്ന് പറഞ്ഞാൽ അറബിക്ക് അനറബിയേക്കാൾ വലിയ പ്രാധാന്യമൊന്നുമില്ല. തിരിച്ചിട്ടും ഏത് വിഭാഗത്തിലാണ് അവൻ ഉന്നത കുലജാതനാണ്, അവൻ പ്രവാചക പരമ്പരയിലാണ്, അവൻ ഇന്ന ഗോത്രത്തിലാണ്, ഇന്ന വംശത്തിലാണ്, ഇന്ന രാജ്യത്തിലാണ് എന്നുള്ള യാതൊരു പരിഗണനയും മതം നൽകുന്നില്ല. ആ ഒരു ആശയത്തെയാണ് ഇവിടെ ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉടനീളം അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ വളരെ ജാഗ്രത കാണിച്ച ഒരാളായിരുന്നു. അപ്പോൾ കഅബ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് ആക്രമണങ്ങളും കെടുതികൾക്കും യുദ്ധങ്ങൾക്കും ഒക്കെ ശേഷം കഅബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയമായപ്പോൾ മസ്ജിദുൽ ഹറമിൽ കഅബയുടെ പ്രാർത്ഥനാവേളയിൽ മുട്ടുപ്പാവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം കൊടുത്തത്, സൗകര്യം കൊടുത്തത്, അതിനുള്ള അംഗീകാരം കൊടുത്തത് കറുത്തവനായ നീഗ്രോ വംശജനായ ബിലാലിനായിരുന്നു. ഉന്നത കുലജാതർ എത്രയോ താഴെ ഇരിപ്പുണ്ട്, സുന്ദരന്മാർ, അതുപോലെ തന്നെ
സമ്പന്നരായിട്ടുള്ള സ്വാധീനമുള്ള പലരും അവിടെ ഇരിക്കുമ്പോൾ കറുത്ത വർഗ്ഗക്കാരനായ ബിലാലിനെ പ്രവാചകൻ ആശ്ലേഷിക്കുകയാണ്. പല ഘട്ടത്തിലും പലപ്പോഴും അത് പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ നീതിബോധം എന്നത് സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമാകുമ്പോൾ പണം ഒരു പ്രധാന ഘടകമായി വരുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും അവളെ ഞാൻ ശിക്ഷിക്കുമെന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നീതിബോധം, മാനവിക ബോധം, ഏത് ആദർശത്തിൽ എങ്ങനെ വിശ്വസിച്ചാലും മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള ഒരു വലിയ വിശാലമായ ഒരാശയമാണ് ഖുർആൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പല കുടുംബക്കാരും പല രാജ്യക്കാരും പല ഗോത്രക്കാരും പല ജാതികളും ഉപജാതികളും ഒക്കെ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഐഡൻറ്റിറ്റിയാണ്. ഒരുപാട് ആയിരക്കണക്കിന് ആടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഐഡൻറ്റിറ്റി വലിയൊരു പ്രശ്നമാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കൃത്യമായ അയാൾ ഇന്ന കുടുംബത്തിലാണ്, ഇന്ന ജാതിയിലാണ്, ഇന്ന വിഭാഗത്തിലാണ്, ഇന്ന പ്രദേശത്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കവിഞ്ഞിട്ട് മനുഷ്യനെ വിശ്വാസത്തിൻ്റെ പേരിലൊന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് സത്യം ഒരാളോട് പറയാം, നന്മ ഒരാളോട് പറയാം, അത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. ആദർശം അത്രയേ ഉള്ളൂ, അല്ലാതെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധ മതപരിവർത്തനവും ഇല്ല. നമുക്ക് ബോധ്യപ്പെട്ട നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരോട് പ്രചരിപ്പിക്കാം. അതിപ്പോൾ നമ്മുടെ രാഷ്ട്രീയമാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അത് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് അത് പരിചയപ്പെടുത്താം, അത് പ്രചരിപ്പിക്കാം. അതവൻ്റെ മൗലികമായ അവകാശമാണ്. അതേസമയത്ത് നിർബന്ധമായി ഒരാളെ പ്രകോപിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ മതം മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് മുറുകെ പിടിക്കാം. എന്നാൽ അവൻ അവിശ്വാസിയാണ്, അവൻ ബഹുദൈവ വിശ്വാസിയാണ്, അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വലൈസ മിന്ന മൻ ദഅ ഇലൽ ഹസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവനല്ല. വലൈസ മിന്ന മൻ മാത ഇലൽ ഹസബിയ, മരണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ കൊലപാതകം ചെയ്യപ്പെടുകയാണ്, വർഗീയതയുടെ പേരിൽ കൊല ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്, അവൻ്റെ സമുദായത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് ശത്രുത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവനല്ല എന്ന് ഖുർആൻ പറയുന്നു, പ്രവാചകൻ പറയുന്നു. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. സഹിഷ്ണുതയുടെ വലിയ പാഠങ്ങൾ പ്രവാചകൻ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു ജൂതനായ ഒരു മനുഷ്യൻ്റെ ശവമഞ്ചം കൊണ്ടുപോവുകയാണ്. അപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. അപ്പോൾ ഇടുങ്ങിയ ചിന്താഗതിയുള്ള അനുയായികളിൽ ചിലർ ചോദിച്ചു, എന്തിനാണ് അയാൾ മുസ്ലിം അല്ലല്ലോ, ജൂതനല്ലേ, പിന്നെ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു മറുപടി, അയാൾ മനുഷ്യനല്ലേ എന്നാണ്. ഇത് പ്രവാചകൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാലാകാലങ്ങളിലായി വരുന്ന എല്ലാ ജനസമൂഹത്തിനും പാഠമാണ്. അയാളൊരു മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ദേശീയതയുടെ പേരിൽ ഒക്കെ മനുഷ്യനെ മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല, മതത്തിൻ്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ വംശത്തിൻ്റെ പേരിൽ മാത്രം. വംശീയ വിദ്വേഷം, വർഗീയത, തീവ്രവാദം, ഇതൊന്നും ഒരിക്കലും മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം മതത്തിൻ്റെ പരിവേഷമുണ്ടാകുമ്പോൾ അവൻ സമാധാനത്തിൻ്റെ വക്താവാകുകയാണ്, സ്നേഹത്തിൻ്റെ പ്രതിരൂപമാവുകയാണ്, സന്തോഷത്തിൻ്റെയും മൈത്രിയുടെയും സൗഹൃദത്തിൻ്റെയും ഭാഗമാകുകയാണ്. തിരിച്ച് എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ മതവിരുദ്ധമാണ് എന്ന് ഈ വചനങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ദൈവത്തിൻ്റെ അടുത്ത് മാന്യനും ബഹുമാന്യനും അത്തുക്കാക്കും തഖ്വ ചെയ്യുന്നവർ മാത്രമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് മുത്തഖിയുടെ നാനാർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്.
അത് ചില സമയത്ത് കരുണ ചെയ്യുന്നവനാണ്, ചില സമയത്ത് സഹായിക്കുന്നവനാണ്, ചില സമയത്ത് മാപ്പ് നൽകുന്നവരാണ്, ക്ഷമിക്കുന്നവരാണ്. ഇങ്ങനെ പല 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 ഉത്കൃഷ്ടമായ ഉദാത്തമായ മൂല്യങ്ങൾ ജീവിതത്തിൽ പിന്തുടരുന്നവരാണ്, മുറുകെ പിടിക്കുന്നവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തഖിയാണ്, മനുഷ്യനാവുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഉള്ള ആത്മീയ സങ്കല്പം, മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പം മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ യാ അയ്യുഹന്നാസ് എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, ജനങ്ങളെ. അവിടെ ഒരു വേർതിരിവുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മളെ നാട്ടിൽ കാണുന്ന പലതും നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ നാടിൻ്റെ സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ടു വന്നതായിരിക്കണം പലതും. ഇപ്പോൾ പ്രവാചകൻ തന്നെ മദീനയിൽ ക്രിസ്തീയ പുരോഹിതന്മാർക്ക് ആരാധനക്ക് പള്ളി സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമത്? അത് പ്രവാചകനായിട്ട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാൻ വേണ്ടി നജ്റാനിൽ നിന്നും ക്രിസ്തീയ വിഭാഗം വരുന്നുണ്ട് മദീനയിലേക്ക്. അപ്പോൾ ദൂരെ നിന്ന് വരികയാണ്. അപ്പോൾ കുറച്ച് ദിവസം താമസിച്ചിട്ടൊക്കെ പോകാവുന്ന രീതിയിൽ പ്രവാചകൻ പള്ളിയിൽ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ സൗകര്യവും താമസത്തിൻ്റെ മാത്രമല്ല, പ്രവാചകൻ ചെയ്തു കൊടുത്തത് അവർക്ക് കുർബാന ചെയ്യാനും പ്രാർത്ഥിക്കാനും ആ പള്ളി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഇത് സഹിഹായ ഹദീസിലൊക്കെ വളരെ വ്യക്തമായും വിശദമായിട്ടും വന്ന കാര്യമാണ്. ആ ഒരു സഹിഷ്ണുതയുടെ മുഖം പലപ്പോഴും നമുക്കില്ല. അതെല്ലാ വിഭാഗം മതക്കാരും അതിലെ തീവ്രവാദികളൊക്കെ കണക്കാണത്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു മുസ്ലിം പ്രവേശിച്ചു, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ഒരു ഹിന്ദു പ്രവേശിച്ചു, ഒക്കെ അശുദ്ധമാവുകയും അയിത്തം കൽപ്പിക്കുകയും അതിന് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മനുഷ്യനൊരു ദുരന്തം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഈ വെറുപ്പും വിദ്വേഷമൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രളയത്തിലൊക്കെ അമ്പലത്തിലൊക്കെ ഒരുപാട് പേര് താമസിച്ചിട്ടുണ്ട്, ഇതര മതവിശ്വാസികൾ. മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വെള്ളിയാഴ്ച ചർച്ചിൽ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലൊക്കെ പല പല ഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മതിൽക്കെട്ടുകളൊക്കെ നമ്മൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമുക്ക് ഒരുമിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇന്ന് കാലം കറുത്തുകൊണ്ടിരിക്കുകയാണ്, കല്ലിച്ചു പോയ മനസ്സിലാണ് നമ്മളുള്ളത്. ഉള്ളിൽ ഒരുപാട് വിദ്വേഷത്തിൻ്റെ വിഷമിങ്ങനെ നിറച്ചുകൊണ്ടാണ് സമൂഹത്തോട് പെരുമാറുന്നത്. അപ്പോൾ യോജിക്കാൻ 80% കാര്യങ്ങൾ യോജിക്കാനുണ്ട് നമുക്ക്. ഒരു 20% അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, നിലപാടുകളിലും സമീപനങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ 80% യോജിക്കാൻ പറ്റില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. നമുക്ക് സമാനതകളുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. വിയോജിപ്പുകളും ഭിന്നാഭിപ്രായങ്ങളുള്ള വിഷയത്തിൽ നമുക്ക് സ്നേഹപൂർവ്വം മാന്യമായി വിയോജിക്കാം. നിലപാടുകൾ ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യത്തിന് ചെയ്യാം. പക്ഷേ ഖുർആൻ പറയുന്നത് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. സാദൃശ്യമുള്ള സമാനതകളുള്ള വിഷയത്തിൽ നമുക്ക് ഒരുമിച്ചിരുന്നുകൂടെ. അപ്പോൾ പള്ളികളൊക്കെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടി ആവണം. പരസ്പരം ഇപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരാൻ കാരണം പള്ളിയിലൊക്കെ മദ്രസയിലൊക്കെ ഇങ്ങനെ തീവ്രവാദങ്ങളൊക്കെ വല്ലാണ്ട് പഠിപ്പിക്കുന്നുണ്ട്, പരമത വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വ്യാപകമായ ക്യാമ്പ് നടക്കുന്നുണ്ട്, ഹെയ്റ്റ് ക്യാമ്പ് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സിലബസ് എന്താണ്, അതിലെന്താണ് പഠിപ്പിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ അവർ കൂടി പള്ളിയിലേക്ക് വരട്ടെ, മദ്രസയിലേക്ക് വരട്ടെ, ഇഫ്താറുകളിലൊക്കെ സജീവമായി പങ്കെടുക്കട്ടെ. ആബാല വൃദ്ധ ജനങ്ങൾ നാടിൻ്റെ ഒരു പ്രശ്നം ഒരു സാംസ്കാരിക കേന്ദ്രമായി അത് മാറട്ടെ. കേവലം ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല പ്രവാചകൻ പള്ളിയെ സമീപിച്ചത്. മനുഷ്യൻ്റെ എല്ലാ ഒരു വിശ്രമിക്കാനും അവൻ്റെ പ്രാഥമിക കർമ്മം നിർവഹിക്കാനും വിഷമിക്കുന്നവനൊരു വഴിയമ്പലമായി ഒരു താമസ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയും ഭക്ഷണം കൊടുക്കാനും ഒക്കെ, നിയമപരമായ പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നമ്മുടെ പള്ളികൾ ഒരു സ്ഥാനമായി മാതൃകാ സ്ഥാപനമായിട്ട് വളരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചതാണ്. പഠിച്ചവൻ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.